സ്റ്റോക്ക് മാർക്കറ്റും ജ്യോതിഷവും രണ്ടും തലച്ചോറിൻ്റെ കളിയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു ജ്യോതിഷിയുടെ മുമ്പിൽ ഒരു ജാതകം വയ്ക്കുക, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറുടെ മുമ്പിൽ അതുപോലെ ഒരു ചാർട്ടും വയ്ക്കുക. രണ്ടുപേരും കുറച്ചു നേരം അതിലേക്ക് നോക്കും. അതിനുശേഷം രണ്ടുപേരും ഭാവിയെക്കുറിച്ച് ഒരു പ്രവചനം പറയും. പക്ഷെ രണ്ടുപേരുടെയും തലച്ചോറ് ചെയ്യുന്ന ജോലി ഒരുപോലെയാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ് ബുദ്ധിയോ ഓർമ്മശക്തിയോ അല്ല, പാറ്റേൺ കണ്ടെത്താനുള്ള കഴിവാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ കാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരേ സ്ഥലത്ത് പലതവണ കടുവയെ കണ്ടാൽ അവർ ഒരു പാറ്റേൺ മനസ്സിലാക്കി. ഈ വഴി അപകടമാണ്. ആ പാറ്റേൺ തിരിച്ചറിഞ്ഞവർ ജീവിച്ചു, തിരിച്ചറിയാത്തവർ പ്രകൃതി നിർദ്ധാരണത്തിൽ പുറത്തായി. അങ്ങനെ നമ്മുടെ തലച്ചോർ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ മെഷീൻ ആയി പരിണമിച്ചു. പക്ഷേ ഇതിനൊരു സൈഡ് എഫക്റ്റും ഉണ്ട്. ചില സമയങ്ങളിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത പാറ്റേണുകളും നമ്മുടെ ബ്രെയിൻ കണ്ടുപിടിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ട്രേഡർ ചാർട്ടിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്നൊരു പാറ്റേൺ കാണുന്നു. മുൻപ് ഇതുപോലൊരു പാറ്റേൺ വന്നപ്പോൾ പലതവണ വില താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ ചിന്തിക്കും, ഇത്തവണയും വില താഴാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, സാധ്യത ഉറപ്പല്ല. കാരണം ഒരു വലിയ വാർത്ത വന്നാൽ ആ പാറ്റേൺ ഒരു നിമിഷം കൊണ്ട് തെറ്റിപ്പോകും. ഇനി ജ്യോതിഷം നോക്കാം. ഒരു ജാതകത്തിൽ ശനി ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് കരുതുക. ചരിത്രത്തിൽ സമാനമായ ഗ്രഹനിലയുള്ള ചിലരുടെ ജീവിതത്തിൽ തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത വ്യക്തിയോടും ഇത് പറയപ്പെടുന്നു. ഈ സമയത്ത് കരിയറിൽ വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെയും അടിസ്ഥാന ചിന്ത അതുതന്നെ. മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, വീണ്ടും സംഭവിച്ചേക്കാം. ഇവിടെയാണ് പ്രധാന കാര്യം. സ്റ്റോക്ക് മാർക്കറ്റിലെ ടെക്നിക്കൽ അനാലിസിസ് പോലും 100% കൃത്യമല്ല. അതുകൊണ്ടാണ് പ്രൊഫഷണൽ ട്രേഡർമാർ സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് പ്രഡിക്ഷൻ തെറ്റാമെന്നറിയാം. മറുവശത്ത് പ്രഡിക്റ്റീവ് ആസ്ട്രോളജി പരീക്ഷണങ്ങളിൽ സ്ഥിരതയുള്ള പ്രവചനശേഷി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതായത് രണ്ടും പാറ്റേൺ ഉപയോഗിക്കുന്നു, പക്ഷേ ആ പാറ്റേണുകളെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ തെളിവ് രണ്ടിനും ഒരുപോലെയല്ല. ഇനി നമ്മുടെ ബ്രെയിൻ നമ്മളെ പറ്റിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങളോട് ഒരു ജ്യോതിഷി പറഞ്ഞു, ഈ വർഷം കുറച്ച് കഷ്ടകാലമാണ്. ആ വർഷം 365 ദിവസമുണ്ട്. അതിൽ ഒരു ദിവസം ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയും, കണ്ടോ, ജ്യോതിഷി പറഞ്ഞത് ശരിയായി. പക്ഷേ അതേ വർഷം പ്രൊമോഷൻ കിട്ടിയതോ പുതിയ വീട് വാങ്ങിയതോ നല്ല കാര്യങ്ങൾ നടന്നതോ അത്ര ഓർമ്മയിൽ നിൽക്കില്ല. ഇതിനെ സൈക്കോളജിയിൽ കൺഫർമേഷൻ ബയാസ് എന്നാണ് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ തെളിവുകൾ മാത്രം മനസ്സെടുത്ത് വയ്ക്കുന്നു. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റും ജ്യോതിഷവും തമ്മിലുള്ള ഏറ്റവും വലിയ സാമ്യം പ്രഡിക്ഷൻ അല്ല, പാറ്റേൺ റെക്കഗ്നിഷനാണ്. മനുഷ്യൻ്റെ തലച്ചോർ എപ്പോഴും ഒരു ചോദ്യം ചോദിക്കും, കഴിഞ്ഞ തവണ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? ഈ ചോദ്യം തന്നെയാണ് ശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇതേ ചോദ്യം ചിലപ്പോൾ യഥാർത്ഥ ബന്ധമില്ലാത്ത കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ നമ്മെ പ്രേരിപ്പിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇപ്പോൾ ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രവചന ജ്യോതിഷം അഥവാ ആസ്ട്രോളജി ഒരു ശാസ്ത്രമാണെന്ന് പറയാൻ കഴിയില്ല. അത് ലബോറട്ടറിയിൽ ആവർത്തിച്ച് പരിശോധിച്ച് ഒരു ഫലം നൽകുന്ന ഒരു ശാസ്ത്രീയ സിദ്ധാന്തമല്ല. അതുകൊണ്ട് ഇത് സയൻസാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നവർക്ക് അതിനുള്ള ശക്തമായ ശാസ്ത്രീയ തെളിവ് ഇന്നില്ല. പക്ഷേ അതുകൊണ്ട് ജ്യോതിഷം നിരോധിക്കണോ? എൻ്റെ അഭിപ്രായത്തിൽ വേണ്ട. മനുഷ്യർ പല കാര്യങ്ങളിൽ നിന്നും ആശ്വാസം കണ്ടെത്താറുണ്ട്. ചിലർക്ക് ധ്യാനം, ചിലർക്ക് പ്രാർത്ഥന, ചിലർക്ക് തത്വചിന്ത, ചിലർക്ക് ജ്യോതിഷം. ഒരു വ്യക്തിക്ക് അത് ആത്മവിശ്വാസമോ ആശ്വാസമോ നൽകുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ, വിവാഹം, ചികിത്സ, ജോലി, സാമ്പത്തിക നിക്ഷേപം, വിദ്യാഭ്യാസം, ഇതൊന്നും ജ്യോതിഷം മാത്രം അടിസ്ഥാനമാക്കി എടുക്കരുത്. കാരണം ഒരു തീരുമാനത്തിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും ബാധിക്കാം. തെളിവുള്ള വിവരങ്ങൾ, യുക്തി, അനുഭവം, ആവശ്യമായിടത്ത് വിദഗ്ധരുടെ ഉപദേശം, ഇവയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. ജ്യോതിഷം നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ വിശ്വാസമായി സൂക്ഷിക്കാം. പക്ഷേ അത് യാഥാർത്ഥ്യത്തെ പരിശോധിക്കുന്നതിന് പകരമാകരുത്. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കാത്ത ആളായിരിക്കാം.
രണ്ടായാലും ഒരപകടമുണ്ട്: കൺഫർമേഷൻ ബയാസ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ മാത്രം അന്വേഷിക്കുകയും എതിർ തെളിവുകളെ അവഗണിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ സ്വാഭാവിക പ്രവണതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വിശ്വാസങ്ങളെയും ഇടയ്ക്കിടെ ചോദ്യം ചെയ്യാൻ പഠിക്കൂ. ഒരു ആശയം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് സത്യമാകില്ല. അതുപോലെ ഒരാശയം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് തെറ്റാകുകയുമില്ല. ഒരു പക്വമായ മനസ്സ് എന്നത് സ്വന്തം വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ പോലും കേൾക്കാനും അവയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനും കഴിയുന്ന മനസ്സാണ്. അവസാനം നമ്മുടെ ലക്ഷ്യം ഒരു വിശ്വാസത്തെ ജയിപ്പിക്കുകയല്ല, സത്യത്തോട് കഴിയുന്നത്ര അടുത്ത് എത്തുക എന്നതാണ്. അതാണ് ശാസ്ത്രീയ മനോഭാവം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? കമൻറ്റിൽ പങ്കുവയ്ക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.